ഞാൻ നിങ്ങളുടെ അറിവിലേക്കും ശ്രദ്ധയിലേക്കും ഒരു കാര്യം സൂചിപ്പിക്കാം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി രാജ്യത്തൊരു ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഭരണകൂടം രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് മസ്ജിദ് നിർമ്മിച്ചിട്ടുണ്ടോ? രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ചർച്ച് നിർമ്മിച്ചിട്ടുണ്ടോ? എന്നാൽ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് സോമനാഥ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് നിർമ്മിച്ച ഏതെങ്കിലും ഒരു മസ്ജിദോ ചർച്ചോ ഖജനാവിൽ നിന്ന് പണമെടുത്ത് നിർമ്മിച്ച് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് രാജ്യത്തിന് സമർപ്പിക്കാൻ അന്ന് പോയത് രാഷ്ട്രപതിയാണ്. ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ നിർമ്മിച്ച രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ രാജ്യത്ത് മതപരമായ പ്രീണനങ്ങൾ നടത്തിയത് ആർക്കു വേണ്ടിയാണ്, ഏത് വിഭാഗത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യയിലെ പൗര സമൂഹം ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കുന്നു, അവർക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകുന്നു എന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് ഒരു മസ്ജിദോ ഒരു ചർച്ചോ ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതിനപ്പുറം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഏതെങ്കിലും ഒരു മസ്ജിദ് ഖജനാവിൽ നിന്ന് പണമെടുത്ത് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടില്ല എന്നിരിക്കെ അത് ചെയ്തിട്ടുള്ളത് അക്രമത്തോടെ, അതിക്രമത്തോടെ തകർത്തെറിയപ്പെട്ട മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് നിർമ്മിച്ച അനധികൃതമായ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ സോമനാഥ ക്ഷേത്രം എന്ന പേരിൽ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ട ഏതോ പുരാതന കാലത്തെ ചരിത്ര ബിംബം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കെട്ടുകഥകളുടെ മുകളിൽ പടുത്തുയർത്തപ്പെട്ട അത്തരമൊരു ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചത് ഇന്ത്യ ഗവൺമെന്റും അതുപോലെ തന്നെ ഖജനാവിലെ പണവും ഒപ്പം അത് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഇന്ത്യയുടെ രാഷ്ട്രപതിയുമാണ് എന്ന് പറയുമ്പോൾ അതിൽ എന്തോ അപകടം അന്നേ നിലനിന്നിരുന്നില്ലേ എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യയിലെ പ്രിയപ്പെട്ടവർ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പ്രീണനങ്ങൾ എവിടെയാണ് നടക്കുന്നത്? മുസ്ലിം സമൂഹത്തോടാണോ പ്രീണനങ്ങൾ നടക്കുന്നത്? മതവർഗീയതയുടെ പേരിൽ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഇടയിൽ തന്നെയാണോ ഈ ധ്രുവീകരണ ശ്രമങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടവും സ്വീകരിച്ചിട്ടുള്ളത് എന്നത് 1947 മുതലുള്ള ചരിത്രങ്ങളിലെ ഒരു തിരിഞ്ഞുനോട്ടത്തിൽ തീർച്ചയായും നാം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് ആ പ്രഭാതത്തിലും ബാങ്കുലി മുഴങ്ങിയിരുന്നു. 1948 ഓഗസ്റ്റ് 15-നും ഈ രാജ്യത്ത് ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുകയും അവിടെ ജുമായും നമസ്കാരവും ഒക്കെ 5 നേരം നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ വിഗ്രഹം വെക്കുകയും പിന്നീട് പള്ളി പൂട്ടിയിടുകയും ചെയ്തു. ഗോവിന്ദ വല്ലഭ് പന്തിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ താൽപര്യപ്രകാരവും ആലപ്പുഴക്കാരനായ കളക്ടറുടെ നേതൃത്വത്തിൽ ആ മസ്ജിദ് അടച്ച് പൂട്ടി ചാവിയെടുക്കുന്ന രംഗമാണ് രാജ്യത്തുണ്ടായത്. 1991 ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങൾക്കും 1947 ഓഗസ്റ്റ് 15-ന് ഏത് നിലയിലാണോ ഉണ്ടായിരുന്നത്, മസ്ജിദാണെങ്കിൽ, അമ്പലമാണെങ്കിൽ, ചർച്ചാണെങ്കിൽ, ഗുരുദ്വാരയാണെങ്കിൽ അത് അതേ നിലയിൽ തുടരുക എന്ന നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ബാബരി മസ്ജിദിനെ നരസിംഹറാവുവിന്റെ സർക്കാർ ഒഴിവാക്കി നിർത്തി. ആ ഒഴിവാക്കി നിർത്തിയ ശേഷം 92 ഡിസംബർ 6-ന് അത് തകർക്കാൻ വേണ്ടി ഇന്ത്യൻ പട്ടാളത്തെ കാവൽ നിർത്തി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് നരസിംഹറാവു സർക്കാരാണ്. ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇന്ത്യൻ പട്ടാളത്തെ കാവൽ നിർത്തി RSSകാർക്ക് ചെയ്തു കൊടുത്തത്. പിന്നീട് രാമക്ഷേത്രത്തിന് താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി 13 കോടി രൂപ അനുവദിച്ചു. കർഷകരായ ആളുകൾക്ക് നാട്ടിലെത്താൻ വേണ്ടി കോൺഗ്രസ് സർക്കാർ സൗജന്യമായി ട്രെയിൻ അനുവദിച്ചു നൽകിയിരുന്നു. കോൺഗ്രസും RSSും കോടതികളും മറ്റ് എല്ലാ നിയമ സംവിധാനങ്ങളും ചേർന്ന് നിന്ന് ഒരുക്കിയതാണ് ബാബരി മസ്ജിദിന്റെ ദുരന്തം. ഏതായാലും ബാബരി മസ്ജിദ് രാമക്ഷേത്രത്തിന് വിട്ടുകൊടുത്ത സുപ്രീം കോടതി വല്ലാത്ത അനീതി തന്നെയാണ് ചെയ്തത്. ബാബരി മസ്ജിദ് പൂട്ടാൻ നിന്ന KK നായർ MP ആയി. അതുപോലെ തന്നെ വിധി എഴുതിയ ജഡ്ജിമാർ MP-മാരും ഗവർണർമാരും ഒക്കെ ആകുന്നു. എല്ലാം സുപ്രീം കോടതിയുടെ ചെലവിൽ തന്നെയാണ് നടക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയെ വ്യതിചലിപ്പിക്കുന്ന ഒന്നായി സുപ്രീം കോടതി മാറരുത്. സുപ്രീം കോടതിയുടെ തെറ്റായ വിധികൾ അവർ തന്നെ പരിശോധിച്ച് തിരുത്തേണ്ടതുണ്ട്. അതിന് അവർ സമയം കണ്ടെത്തട്ടെ. आज के मुसलमानों के उस समय पूर्वज भी हिंदू थे. ये भी नहीं करना चाहिए. हमको झगड़ा क्यों बढ़ाना है? ज्ञानवापी के बारे में हमारी कुछ श्रद्धाएं हैं, परंपरा से चलती आई, हम कर रहे, ठीक है, परंतु हर मस्जिद में शिवलिंग क्यों देखना?